ശബരിമല യുവതീ പ്രവേശനത്തിൽ ഹർജികൾ 9 അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ട് സുപ്രീം കോടതി. ഏപ്രിൽ 7 മുതൽ 22 വരെ തുടർച്ചയായി വാദം കേൾക്കാമെന്ന് ചീഫ് ജസ്റ്റിസ്. അനുകൂലിക്കുന്നവർക്കും എതിർക്കുന്നവർക്കും 3 ദിവസം വീതം വാദിക്കാം. സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ എല്ലാ കക്ഷികളും മാർച്ച് 14 മുൻപ് നിലപാട് എഴുതി നൽകണമെന്ന് കോടതി. ശബരിമല യുവതീ പ്രവേശനത്തിൽ നിലപാട് വ്യക്തമാക്കാതെ സംസ്ഥാന സർക്കാർ. നിലപാട് അറിയിക്കാൻ സമയമുണ്ടല്ലോ എന്ന് മന്ത്രി പി രാജീവ്. വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാൻ നിൽക്കുന്നവരാണ് തങ്ങളെന്നും മന്ത്രി. സർക്കാർ എതിർക്കണമെന്ന് ജി സുകുമാരൻ നായർ. തിരുത്തേണ്ടത് തിരുത്തണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. നിലപാട് മാറ്റുമെന്ന് പറഞ്ഞ് കബളിപ്പിച്ചാണ് പലരെയും ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷണിച്ചതെന്ന് വി ഡി സതീശൻ. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാർ എന്തും ചെയ്യുമെന്ന് രാജീവ് ചന്ദ്രശേഖർ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം ഊർജിതമാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ദേവസ്വം മുൻ സെക്രട്ടറി ജയശ്രീ ഇ.ഡി ചോദ്യം ചെയ്തു. കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ഇ.ഡി നീക്കം. മൊഴി നൽകാൻ നടൻ ജയറാം നാളെ ഹാജരാകും. ദേവസ്വം മന്ത്രി ജയിലിൽ പോകുമ്പോൾ മാത്രമേ ശബരിമല വിഷയം അവസാനിക്കുകയുള്ളൂവെന്ന് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഒ.പി സേവനം സ്തംഭിച്ചു. പ്രധാന ഡോക്ടർമാരെല്ലാം ഒ.പി ബഹിഷ്കരിച്ചു. രോഗികൾ ദുരിതത്തിൽ. 19 മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തിവെക്കും. സർക്കാർ വാക്കുപാലിച്ചിട്ടില്ലെന്ന് KGM-CTA. കർണാടക ഹംപി കൂട്ടബലാത്സംഗ കേസിൽ 3 പ്രതികൾക്ക് വധശിക്ഷ വിധിച്ച് ഗംഗാവതി കോടതി. കഴിഞ്ഞ വർഷം മാർച്ചിൽ ബലാത്സംഗത്തിനിരയായത് വിദേശ വനിതയടക്കം 2 പേർ. ശബരിമല യുവതീ പ്രവേശനത്തിലെ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും. ഏപ്രിൽ 7 മുതൽ തുടർച്ചയായി വാദം കേൾക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചായിരിക്കും രാജ്യത്തെ മതപരമായ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കുക. പുനഃപരിശോധനാ ഹർജികളെ കേന്ദ്രം പിന്തുണച്ചു. അതേസമയം ഇതുവരെ പുനഃപരിശോധനാ ഹർജികളെ എതിർത്തിരുന്നുവെന്ന് മാത്രമാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചത്. സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം അനുവദിക്കണമെന്ന 2018 വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികളാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. 7 വർഷത്തിന് ശേഷമാണ് ഹർജികൾ കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. സ്ത്രീ പ്രവേശനം ഉൾപ്പെടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട 67 ഹർജികളാണുള്ളത്. മാർച്ച് 14 മുമ്പ് എല്ലാ കക്ഷികളും നിലപാട് എഴുതി നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. 9 അംഗ ബെഞ്ചിലെ അംഗങ്ങളെ ചീഫ് ജസ്റ്റിസ് പിന്നീട് പ്രഖ്യാപിക്കും. 9 അംഗ ബെഞ്ച് ഏപ്രിൽ 7 വാദം തുടങ്ങും. ഏപ്രിൽ 7 മുതൽ 9 വരെ പുനഃപരിശോധനാ ഹർജിക്കാരുടെയും അവരെ പിന്തുണയ്ക്കുന്ന കക്ഷികളുടെയും വാദം കേൾക്കും. 14 മുതൽ 16 വരെ എതിർക്കുന്നവരുടെ വാദവും കേൾക്കും. ഏപ്രിൽ 21 അധിക വാദമുണ്ടെങ്കിൽ സമർപ്പിക്കാമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. അമിക്കസ് ക്യൂറിയായ കെ പരമേശ്വരന് 21 വാദങ്ങൾ ഉന്നയിക്കാം. 9 അംഗ ബെഞ്ചിന്റെ വിധിക്ക് ശേഷം 5 അംഗ ബെഞ്ച് ഹർജികൾ പരിഗണിച്ച് അന്തിമ വിധി പുറപ്പെടുവിക്കും. പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നുവെന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ നിലപാട് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പുനഃപരിശോധനാ ഹർജികളെ സംസ്ഥാന സർക്കാർ ഇതുവരെ എതിർക്കുകയായിരുന്നുവെന്ന് സംസ്ഥാന സർക്കാരിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്ത കോടതിയെ അറിയിച്ചു. തന്ത്രിയുടെ അഭിഭാഷകൻ കൃഷ്ണകുമാർ സിംഗ് ആയിരിക്കും ഹർജിക്കാരുടെ നോഡൽ അഭിഭാഷകൻ. മുസ്ലിം സ്ത്രീകളുടെ പള്ളിപ്രവേശനം, അന്യമതസ്ഥരെ വിവാഹം കഴിച്ച പാഴ്സി സ്ത്രീകളുടെ ക്ഷേത്രപ്രവേശനം, ഷിയ മുസ്ലിങ്ങളിലെ ദാവൂദി ബോറ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളിലെ ചേലാകർമ്മം തുടങ്ങിയവയിലെ പൊതു നിയമ പ്രശ്നങ്ങളാണ് 9 അംഗ ബെഞ്ച് പരിഗണിക്കുക. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ശബരിമല യുവതീ പ്രവേശനത്തിൽ നിലപാടറിയിക്കാൻ സമയമുണ്ടല്ലോ എന്ന മന്ത്രി പി രാജീവ്. വളരെ സങ്കീർണകരമായ പ്രശ്നങ്ങളാണ് സുപ്രീം കോടതി പരിശോധിക്കുന്നത്. അവധാനതയോടെ പരിശോധിച്ച് സർക്കാർ നിലപാടെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാൻ നിൽക്കുന്നവരാണ് തങ്ങളെന്നും വിശ്വാസത്തിനൊപ്പം നിൽക്കുമെന്നും മന്ത്രി പറഞ്ഞു. VS സർക്കാരിന്റെ കാലത്ത് എടുത്ത അതേ നിലപാടിൽ ഞങ്ങൾ പറഞ്ഞപ്പോ ഈ ഭാഗം അതിനകത്ത് പ്രധാനമായിരുന്നു. കാരണം ഇതൊക്കെയാണ് ഭരണഘടനാ തത്വങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ അഭിപ്രായം ഒരു വിദഗ്ധർ, നല്ല ആഴത്തിൽ പാണ്ഡിത്യമുള്ളവർ അവർ പഠിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ കോടതി പഠിക്കേണ്ടെന്ന് തീരുമാനിച്ചു. പക്ഷെ ഇപ്പൊ കോടതി വീണ്ടും ഇതിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ അത് വരട്ടെ. 2, UDF സർക്കാരിന്റെ കാലത്തുള്ള അഫിഡാവിറ്റിന് വ്യത്യസ്തമാണെങ്കിൽ ആ വിധിയെ എന്തിന് കോൺഗ്രസ് സ്വാഗതം ചെയ്തു? എന്തിനാ BJP സ്വാഗതം ചെയ്ത്? എപ്പോഴവർ നിലപാട് മാറ്റിയ പൊളിറ്റിക്കൽ അല്ലേ? ഞങ്ങൾ കോടതിയിൽ വന്നു, ഇപ്പൊ റിവ്യൂ ചെയ്തു. നല്ല അവധാനതയോടുകൂടി നിങ്ങൾ ഒന്നും ഉത്കണ്ഠപ്പെടേണ്ട, ഒരു സുവർണാവസരവും വീണ് കിട്ടാൻ ഇടയില്ല. നമുക്ക് നോക്കാം, സമയമുണ്ടല്ലോ. നമ്മളിപ്പോ കാണേണ്ട കാര്യം എന്താ? സുപ്രീം കോടതി ഞങ്ങൾക്ക് കുറച്ച് സമയം തന്നിട്ടുണ്ടല്ലോ. ആ സമയം നിങ്ങൾ ഞങ്ങൾക്ക് താ. ഞങ്ങൾ ഈ ഭരണഘടനാ സങ്കീർണമായ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കണ്ടേ? നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോ, വെറുതെ ഒരു ഇത് കിട്ടുമെന്ന് കരുതി ആരും ഇപ്പൊ തന്നെ അടുപ്പത്ത് പാത്രമെടുത്ത് വെള്ളം ഒഴിക്കണ്ട. ആരും മാറ്റി വെച്ചാൽ മതി.
ശബരിമല യുവതീ പ്രവേശനത്തെ സർക്കാർ എതിർക്കണമെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. NSS നിലപാടിൽ മാറ്റമില്ല. ആചാര സംരക്ഷണത്തിനായി സർക്കാർ നിലപാടെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും G. സുകുമാരൻ നായർ വ്യക്തമാക്കി. നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തതിന്റെ പേരിൽ നിരപരാധികളായവർക്ക് നേരെയെടുത്ത കേസുകൾ ഒഴിവാക്കണമെന്ന് സർക്കാരിനോട് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണെന്നും G. സുകുമാരൻ നായർ പറഞ്ഞു. നിലപാടുകൾ ഞങ്ങൾ നേരത്തെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നിലപാട്, ആ നിലപാടിൽ നിന്ന് ഞങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല. ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഞങ്ങൾ അതെങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഗവൺമെൻറ് തന്നെ പഴയ സ്ഥിതിയിൽ കുറേ വർഷങ്ങളായിട്ട് തുടർന്നു പോകുന്നത് കൊണ്ട് ഞങ്ങളതൊരു പ്രതീക്ഷയുണ്ട് അവരിൽ. ഇതിൽ നിരപരാധികളായിട്ടുള്ള ആളുകളെ കേസിൽ നിന്ന് മുക്തമാക്കണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അവരോട്. എൻ്റെ അഭിപ്രായമായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, NSSൻ്റെ അഭിപ്രായമായിട്ട് പറഞ്ഞിരുന്നു. സർക്കാർ യുവതീ പ്രവേശനത്തെ എതിർക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ശബരിമല വിധി നിരാശാജനകമായിരുന്നു. അയ്യപ്പ ഭക്തർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതായിരുന്നു. വിധിയെ അനുകൂലിച്ച പലരും ഇന്ന് എതിർക്കുന്നു. യുവതീ പ്രവേശനം അനുവദിക്കാത്ത വിധി ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ജനവികാരം മനസ്സിലാക്കി സർക്കാർ നിലപാട് തിരുത്തി. ഇനി എന്തു ചെയ്യണമെന്ന് സർക്കാർ തന്നെ തീരുമാനിക്കട്ടെ എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ആ വിധി ഉണ്ടായ അന്ന് തന്നെ ഞാൻ പറഞ്ഞു, വിധി നിരാശാജനകം. ഇങ്ങനെ ഒരു വിധി ഉണ്ടായത് അങ്ങേയറ്റം ദുഃഖിക്കുന്നു. സ്ത്രീ പ്രവേശനം പരമ്പരാഗതമായി അവിടെ ഇല്ലാത്ത ഒന്ന് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. കേരള ഗവൺമെന്റ് എന്ത് പറയും, ബാക്കിയുള്ളവർ എന്ത് പറയുന്നു? ഈ വിധി വന്നപ്പോൾ അനുകൂലിച്ച പല ആളുകളുമാണ് ഇപ്പോൾ അതിനെ എതിർത്ത് സംസാരിക്കുന്നതെന്നുള്ള സത്യം കൂടെ നമ്മൾ ഓർക്കണം. എന്തുമാകട്ടെ, ഗവൺമെന്റിനായാലും ആരുടേതായാലും അഭിപ്രായങ്ങൾ പറയാനൊരു അവസരം ഇന്ന് കോടതി കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി ചിന്തിച്ച് ഒരു തീരുമാനം കോടതി എടുക്കട്ടെ. ഏതായാലും സ്ത്രീപ്രവേശനം അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കി ഈ രാജ്യത്ത് അയ്യപ്പ ഭക്തരെ കൂടുതൽ ആകർഷിപ്പിക്കാവുന്ന രീതിയിലേക്ക് ഒരു തീരുമാനം ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ശബരിമല യുവതീ പ്രവേശനത്തിൽ സമയം വരുമ്പോൾ നിലപാട് വ്യക്തമാക്കാമെന്ന് CPM. നിലപാട് തിരുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് പ്രതിപക്ഷം. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാർ U-ടേൺ എടുക്കുമെന്ന് BJP. ശബരിമല യുവതീ പ്രവേശനത്തിൽ ധൃതി പിടിച്ച് നിലപാടെടുക്കേണ്ടെന്നാണ് CPM നിലപാട്. സർക്കാർ എടുക്കുന്നതെല്ലാം പാർട്ടിയുടെ നിലപാട് ആവണമെന്നില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഇല്ല, ഞങ്ങൾക്ക് നിലപാടെടുക്കേണ്ട സമയമായിട്ടില്ല. നിലപാടെടുക്കുമ്പോഴേ പറയേണ്ട കാര്യമുള്ളൂ. ഇപ്പോൾ കോടതി തന്നെ ആയിട്ടില്ല നിലപാട്. കോടതിൻ്റെ മുമ്പ് പറയുന്നത് എന്താണ് എന്ന് പറയാൻ അതിന് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് വരട്ടെ. ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും വ്യക്തമാക്കി. അല്ല, അത് ഉടനെ തന്നെ ആലോചിച്ച് തീരുമാനം കൈക്കൊള്ളും. നിയമവകുപ്പ് മന്ത്രി അതിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും LDF നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഉടനെ തന്നെ അതിലൊരു വിഷയം എടുത്തു വരും. ഈ വിശ്വാസികളെ പരിഗണിക്കേണ്ടതിന് അല്ല, അത് ഞാൻ പറഞ്ഞില്ല, അത് നിലപാട് സ്വീകരിച്ചു വരും. എന്നാൽ ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം തിരുത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. സത്യവാങ്മൂലം തിരുത്തിയില്ലെങ്കിൽ സർക്കാർ പറഞ്ഞതിലെ കാപട്യം പുറത്തുവരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സർക്കാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ മാറ്റം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് പല സംഘടനകളെയും കബളിപ്പിച്ച് ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷണിച്ചത്. നേരത്തെ മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ നിലപാട്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് തിരുത്തണം. അത് തിരുത്തിയില്ലെങ്കിൽ ഇവരുടെ കാപട്യം പുറത്തു വരും. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ U-ടേൺ എടുക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാർ എന്തും ചെയ്യും. അയ്യപ്പ സംഗമം നടത്തിയ സർക്കാരാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സർക്കാരിന്റെ U-ടേണും ഇനി അടുത്ത U-ടേൺ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് U-ടേൺ ചെയ്യും. ഇലക്ഷനാണ്, അവർ എന്തും ചെയ്യും. അയ്യപ്പ സംഗമം നടത്തിയ സർക്കാരാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം ഊർജിതമാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേസിൽ ഉൾപ്പെട്ട ദേവസ്വം മുൻ സെക്രട്ടറി ജയശ്രീയെ ED ചോദ്യം ചെയ്തു. കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ED നീക്കം ആരംഭിച്ചു. മൊഴി നൽകാൻ നടൻ ജയറാം നാളെ ഹാജരാകും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക നീക്കങ്ങളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുരാരി ബാബുവിനും ശ്രീകുമാറിനും പിന്നാലെയാണ് ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീയെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. EDയുടെ കൊച്ചിയിലെ ഓഫീസിൽ വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. അറ്റകുറ്റപ്പണികൾക്കായി സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ 2019 ഉത്തരവിറക്കിയെന്നാണ് ജയശ്രീയുടെ പേരിലുള്ള ആരോപണം. കേസിലെ 4ാം പ്രതിയാണ് ജയശ്രീ. ബോർഡ് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുക മാത്രമാണ് ഉണ്ടായതെന്നാണ് ജയശ്രീ അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുള്ളത്. അതേസമയം കേസിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുവരെ നോട്ടീസ് നൽകിയിട്ടില്ല. കൂട്ടുപ്രതികളിൽ നിന്നും മറ്റ് ആരോപണ വിധേയരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച ശേഷം മാത്രം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തിയാൽ മതിയെന്നാണ് ED ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്.
കേസിൽ മൊഴിയെടുക്കലിന്റെ ഭാഗമായി നടൻ ജയറാം അടുത്ത ദിവസം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. അതിനിടെ സ്വർണ്ണപ്പാളികളിൽ നിന്ന് നഷ്ടമായത് 1 കിലോ 700 ഗ്രാം സ്വർണ്ണമാണെന്ന് SIT പ്രാഥമികമായി വിലയിരുത്തിയിട്ടുണ്ട്. VSSCയുടെ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് കണക്ക് സംബന്ധിച്ച നിഗമനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. നാഷണൽ ലാബിലെ പരിശോധനാ ഫലം കൂടി വന്ന ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാവുക. അമൃത ന്യൂസ്, കൊച്ചി. ദേവസ്വം മന്ത്രി ജയിലിൽ പോകുമ്പോൾ മാത്രമേ ശബരിമല വിഷയം അവസാനിക്കുകയുള്ളൂവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികളെ പിടികൂടണമെന്ന് മുഖ്യമന്ത്രിക്ക് ആഗ്രഹമില്ല. അങ്ങനെയുണ്ടായിരുന്നുവെങ്കിൽ കേസ് CBIക്ക് കൈമാറുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അവസാനിക്കണമെങ്കിൽ ദേവസ്വം മന്ത്രി ജയിലിൽ പോകണം. കേസിലെ മുഴുവൻ പ്രതികളെയും പിടികൂടണമെന്ന് മുഖ്യമന്ത്രിക്ക് താൽപര്യമില്ലെന്നും മുഖ്യമന്ത്രിക്ക് താൽപര്യം ഉണ്ടായിരുന്നുവെങ്കിൽ കേസ് CBI അന്വേഷണത്തിന് വിട്ടേനെ. 3 സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ഉൾപ്പെട്ട കേസ് SIT അന്വേഷിച്ചതുകൊണ്ട് മാത്രം തെളിയില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഒരു പുണ്യ അമ്പലത്തിൽ പോയി 4.5 കിലോ സ്വർണം കൊള്ള ചെയ്യുന്നത് ഞങ്ങളൊരു വീഴ്ചയായിട്ട് കാണുന്നില്ല. സാധാരണ മലയാളി അങ്ങനെ കാണുന്നില്ല. ഇത് കഴിഞ്ഞു തന്നെ പറഞ്ഞ് നടക്കുന്ന MV ഗോവിന്ദൻ മാഷോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് കഴിയുന്ന എപ്പോഴറിയോ? ജയിലിൽ പോകുമ്പോൾ, ദേവസ്വം മന്ത്രി ജയിലിൽ പോകുമ്പോൾ ദേവസ്വം മന്ത്രിന്റെ ഉത്തരവാദിത്തമായിരുന്നു അതിനെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാ വോട്ട് നേടുന്നത്? 1-2 സീറ്റിൽ ജയിക്കാനല്ല, ഭരണത്തിൽ മാറ്റം കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്ന് NDA ചെയർമാൻ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. സീറ്റ് വിഭജനത്തിൽ തർക്കമില്ല. തർക്കം മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നും തുഷാർ വെള്ളാപ്പള്ളി ആരോപിച്ചു. ഞങ്ങളാരും ഇതൊരു തർക്കം പറയുന്നത് പ്രശ്നം ഉണ്ടാക്കേണ്ടത് ഉണ്ടായിട്ടില്ല. എല്ലാം നിങ്ങൾ കണ്ടെത്തുന്നതും നിങ്ങൾ തന്നെ പറയുന്നു. ഞങ്ങൾക്ക് കിട്ടുന്ന ആവശ്യകാര്യങ്ങളെ കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട് പറയുന്നുണ്ട്, അത് കിട്ടുന്നു ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ പ്രശ്നമുള്ളതായിട്ട് എവിടെയെങ്കിലും ഒരു പ്രസ് കോൺഫറൻസിൽ ഞാൻ മോശമായിട്ട് പറഞ്ഞിട്ടുള്ളത് കാണിച്ചു തരാൻ പറ്റില്ലല്ലോ. ഇത് മാധ്യമങ്ങൾ തന്നെ, ചില പ്രത്യേക മാധ്യമങ്ങൾ അവരുടെ ഇഷ്ടത്തിന് അതൊക്കെ വളച്ചൊടിക്കുന്നു. കൊച്ചിയിൽ NDA നേതൃ ക്യാമ്പിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലായിരുന്നു ഇരു നേതാക്കളുടെയും പ്രതികരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിരുന്നു ക്യാമ്പ്. ക്യാമ്പിൽ വെച്ച് 2 പാർട്ടികൾ കൂടി NDA മുന്നണിയുടെ ഭാഗമായി. മുൻ MPയും MLAയുമായ ജോർജ് K. തോമസ് നേതൃത്വം നൽകുന്ന നാഷണൽ ഫാർമേഴ്സ് പാർട്ടി, ജനാധിപത്യ രാഷ്ട്രീയ സഭ എന്നിവയാണ് പുതിയ ഘടകകക്ഷികൾ. അമൃത ന്യൂസ്, കൊച്ചി. കർണാടകത്തിലെ ഹംപിയിൽ വിദേശ വനിതയും ഹോം സ്റ്റേ ജീവനക്കാരിയായ യുവതിയെയും കൂട്ടബലാത്സംഗം ചെയ്ത കേസിലെ 3 പ്രതികൾക്ക് വധശിക്ഷ. ഗംഗാവതി കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കഴിഞ്ഞ വർഷം മാർച്ച് 8-നായിരുന്നു രാജ്യത്തിന് നാണക്കേടുണ്ടാക്കിയ സംഭവം. ഇസ്രായേൽ സ്വദേശിനിയും ഹോം സ്റ്റേ നടത്തിപ്പുകാരിയുമാണ് ബലാത്സംഗത്തിനിരയായത്. രാത്രി സനാപു തടാകത്തിന് സമീപത്ത് വാനനിരീക്ഷണത്തിനെത്തിയപ്പോഴാണ് സംഘം ആക്രമണത്തിനിരയായത്. അമേരിക്കയിൽ നിന്നുള്ള ഡാനിയൽ, മഹാരാഷ്ട്രക്കാരനായ പങ്കജ്, ഒഡീഷയിൽ നിന്നുള്ള ബിബാഷ്, ഇസ്രായേലി സ്വദേശിനി എന്നിവരുമായാണ് ഹോം സ്റ്റേ ജീവനക്കാരി കനാലിന് സമീപത്തെത്തിയത്. ബൈക്കിലെത്തിയ മൂവർ സംഘം പെട്രോളിനായി 100 രൂപ ആവശ്യപ്പെട്ടു. പണം നൽകാൻ വിസമ്മതിച്ചപ്പോൾ പുരുഷന്മാരെ വെള്ളത്തിലേക്ക് തള്ളിയിട്ട ശേഷം 2 യുവതികളെയും കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു. കനാലിൽ വീണ ഒഡീഷ സ്വദേശി പിന്നീട് മരണപ്പെടുകയും ചെയ്തു. പ്രദേശവാസികളായ മല്ലേഷ്, സായികുമാർ, ശരവണ ബസവരാജ് എന്നിവർക്കാണ് കോടതി വധശിക്ഷ വിധിച്ചത്. കൊലപാതകം, കൂട്ടബലാത്സംഗം, കൊലപാതക ശ്രമം, കവർച്ച തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. സംഭവം നടന്ന സനാപു തടാകത്തിന് സമീപത്തുള്ള ദുർഗമ്മ ക്ഷേത്രത്തിന് മുന്നിലെ CCTVകളിൽ നിന്നാണ് പോലീസിന് നിർണായകമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചത്. സംഭവം വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമാവുകയും പൈതൃക മേഖലകളിലും പരിസര പ്രദേശങ്ങളിലും വിനോദസഞ്ചാരികളുടെ സുരക്ഷയെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അസം കോൺഗ്രസിൽ രാഷ്ട്രീയ നാടകം. PCC മുൻ അധ്യക്ഷൻ ഭൂപേൻ ബോറ രാജിവെച്ച് മണിക്കൂറുകൾക്കകം കോൺഗ്രസിൽ തന്നെ തിരിച്ചെത്തി. ഹൈക്കമാൻഡിന്റെ ഇടപെടലാണ് നിർണായകമായത്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഭൂപേൻ ബോറയുമായി സംസാരിച്ചതിന് പിന്നാലെയാണ് നിലപാട് മാറ്റം. രാവിലെ 8 മണിയോടെയാണ് അദ്ദേഹം പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് രാജി സമർപ്പിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണി ചർച്ചകൾക്ക് കോൺഗ്രസ് അടുത്തിടെ ഭൂപേൻ ബോറയെ ചുമതലപ്പെടുത്തിയിരുന്നു. ഗൗരവ് ഗൊഗോയ് നയിച്ച മഞ്ചുലിയിലെ കോൺഗ്രസ് റാലിയുമായി ബന്ധപ്പെട്ടാണ് ഭൂപേൻ ബോറയുടെ പെട്ടെന്നുള്ള രാജിക്ക് കാരണമെന്നാണ് സൂചന. ആത്മാഭിമാനത്തിന്റെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ ഭൂപേൻ ബോറ പാർട്ടിയുടെ പ്രവർത്തന രീതിയെക്കുറിച്ചുള്ള ആശങ്കകൾ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കി. രാജിക്കത്ത് നൽകിയതിനു പിന്നാലെ ബോറയെ പാർട്ടിയിലെത്തിക്കാൻ BJP ശ്രമം ആരംഭിച്ചുവെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഹരിയാനയിൽ മലിനജലം കുടിച്ച് 15 ദിവസത്തിനിടെ 12 മരണം. മരിച്ചവരിൽ 5 പേർ കുട്ടികളാണ്. പൽവാൾ ജില്ലയിലെ ചൈൻസിയിലാണ് സംഭവം. 5000-ലധികം പേർക്ക് അസുഖം ബാധിച്ചതായാണ് വിവരം. മഞ്ഞപ്പിത്തം ബാധിച്ചാണ് കൂടുതൽ പേരും മരിച്ചത്. വെള്ളം ഉപയോഗിച്ചവർക്ക് പെട്ടെന്ന് അസുഖം ബാധിക്കുകയും മരണപ്പെടുകയുമായിരുന്നു. പനി, ചുമ, ശരീരവേദന, ഛർദി തുടങ്ങിയ ലക്ഷണങ്ങൾ നിരവധി ആളുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചു. 107 വീടുകളിൽ നിന്നുമായി സാമ്പിളുകൾ ശേഖരിച്ചു. ജലം
ഗുണനിലവാരമില്ലാത്തതാണ് 23 സാമ്പിളുകളിൽ നിന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുടിവെള്ളത്തിൽ ബാക്ടീരിയയുടെ സാന്നിധ്യവും കണ്ടെത്തി. ഇറാൻ US ആണവ ചർച്ചകൾക്ക് മുന്നോടിയായി ഇറാൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി അബ്ബാസ് അരാക്ചി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസിയുമായി കൂടിക്കാഴ്ച നടത്തും. വിദേശകാര്യമന്ത്രിക്കൊപ്പം ഇറാന്റെ ആണവ വിദഗ്ധരും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള 2ാം ഘട്ട ആണവ ചർച്ചകൾക്ക് തൊട്ടു മുൻപാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായി ഇറാൻ നേരത്തെ സഹകരണം അവസാനിപ്പിച്ചിരുന്നു. പുതിയ കൂടിക്കാഴ്ച ഇറാൻ അമേരിക്ക ചർച്ചകളിൽ വഴിത്തിരിവായേക്കുമെന്നാണ് വിലയിരുത്തൽ. ഗാസയിലും ലെബനൻ സിറിയ അതിർത്തിയിലും ഇസ്രായേൽ വ്യോമാക്രമണം. ഇന്ന് പുലർച്ചെ നടന്ന ആക്രമണത്തിൽ ക്യാമ്പിൽ കഴിഞ്ഞിരുന്നവർ അടക്കം 12 പേർ കൊല്ലപ്പെട്ടു. ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്ന് ആരോപിച്ചാണ് ഇസ്രായേൽ ആക്രമണം. ഇസ്രയേലും ഹിസ്ബുള്ളയും വെടിനിർത്തലിന് സമ്മതിച്ചിരുന്നുവെങ്കിലും അമേരിക്കയുടെ മധ്യസ്ഥതയിലുണ്ടായ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രയേൽ സൈന്യം ലെബനനിൽ ആക്രമണം തുടരുകയാണ്. ഇന്ന് പുലർച്ചെയും ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയെന്ന് ലെബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഗാസ മുനമ്പിലുടനീളം ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ ക്യാമ്പിൽ കഴിഞ്ഞിരുന്നവർ അടക്കം 12 പേരാണ് കൊല്ലപ്പെട്ടത്. ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്നാണ് ഇസ്രയേലിന്റെ ആരോപണം. ഹമാസ് ഈ ആരോപണം നിഷേധിച്ചിട്ടുണ്ട്. അതേസമയം യുദ്ധത്തിൽ തകർന്ന പ്രദേശം പുനർനിർമ്മിക്കുന്നതിന് ബോർഡ് ഓഫ് പീസ് $5 ബില്യൺ നൽകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. കൊല്ലപ്പെട്ടവരിൽ ഒരാൾ ഖാലിദ് മുഹമ്മദ് അൽ അഹമ്മദ് എന്ന സിറിയൻ പൗരനാണെന്നാണ് ലെബനന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി പുറത്തുവിട്ട വിവരം. ലെബനിലെ പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് അംഗങ്ങളെ ലക്ഷ്യം വെച്ചാണ് വ്യോമാക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യവും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. പേരൂർക്കടയിലെ പോലീസ് ക്ലബ്ബിലാണ് രാഹുൽ ഹാജരായത്. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇനിയുള്ള 3 ദിവസത്തെ ചോദ്യം ചെയ്യൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ആദ്യ ബലാത്സംഗ പരാതിയിൽ കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. ഇതിൽ 16, 17, 18 തീയതികളിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് അന്വേഷണ ഉദ്യോഗസ്ഥ AIG G പൂങ്കുഴലിയുടെ മുമ്പാകെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരായത്. പേരൂർക്കടയിലെ പോലീസ് ക്ലബ്ബിലെത്തിയ രാഹുലിനെ 1 മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷം പേരൂർക്കട പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ കസ്റ്റഡിക്ക് സമാനമായ ചോദ്യം ചെയ്യൽ നടത്താനാണ് കോടതി അനുമതി നൽകിയിരിക്കുന്നത്. രാഹുലിന്റെ ഫോൺ കസ്റ്റഡിയിലെടുത്ത് പരിശോധനയ്ക്ക് വിധേയമാക്കാനും പോലീസ് ശ്രമിക്കും. കഴിഞ്ഞ തവണ ചോദ്യം ചെയ്തപ്പോൾ ഫോൺ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും രാഹുൽ സമ്മതിച്ചിരുന്നില്ല. കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം രാഹുലിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കും. തുടർന്ന് ബലാത്സംഗം നടന്ന തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിലെത്തിച്ച് തെളിവെടുക്കും. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയതിനാൽ നടപടികൾ പൂർത്തീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ വിട്ടയക്കാനാണ് സാധ്യത. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോൺഗ്രസുമായി സഹകരിച്ചേക്കുമെന്ന സൂചനയ്ക്കിടെ കോൺഗ്രസ് വേദിയിൽ നടൻ പ്രേംകുമാർ മുഖ്യാതിഥിയാകും. നാളെ വൈകിട്ട് കോട്ടയത്ത് നടക്കുന്ന KPCC സംസ്കാര സാഹിതി പരിപാടിയിൽ പ്രേംകുമാർ പങ്കെടുക്കും. KC വേണുഗോപാലാണ് പരിപാടിയുടെ ഉദ്ഘാടകൻ. പ്രേംകുമാർ കോൺഗ്രസിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് പരിപാടി. നാളെ വൈകിട്ട് 5 മണിക്കാണ് പരിപാടി നടക്കുക. പ്രേംകുമാറിനെ ചേർത്ത് നിർത്തുമെന്ന് KC വേണുഗോപാൽ MP. ഇടതുപക്ഷത്തിനകത്തു നിന്നും അഭിപ്രായം പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. ജയൻ ചേർത്തലയുടെ കോൺഗ്രസ് പ്രവേശനം കാത്തിരുന്ന് കാണാമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു, ഇടതുപക്ഷ ചിന്താഗതിക്കാരായ ആളുകളുടെ മനസ്സിനകത്താണ് ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മൂലം വേദന ഉണ്ടായിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ വേദന ഉണ്ടായിരിക്കുന്ന സാഹചര്യമുള്ളത്. പല ഇടതുപക്ഷ ചിന്താഗതിക്കാരും ആ പാർട്ടിയിൽ നിന്ന് അഭിപ്രായം പറയുമ്പോൾ ആ പറയുന്നവർക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കുന്നവരെ എതിർക്കുന്ന പാർട്ടി നേതൃത്വത്തിലായിട്ട് കുറേ ആളുകൾ ആ പാർട്ടിയിൽ നിന്നും മാറാൻ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ വരുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കും നല്ല രീതിയിൽ. A. സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതികരണവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടിയിൽ നിന്നും പുറത്താക്കിയാൽ അത് പുറത്താക്കിയത് തന്നെ. പ്രേംകുമാർ പാർട്ടി അംഗമല്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അയാൾ പുറത്താക്കിയിട്ടുള്ള ഒരാളാണ്. അയാൾ പുറത്തു പോയി അതുകൊണ്ടെന്താ കാര്യം? പാർട്ടി ഒരു നിരവധി സന്ദർഭങ്ങളിൽ പലയാളെയും പുറത്താക്കിയിട്ടുണ്ട്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ വേറെ ഞാൻ എന്താ എടുക്കാതെന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. പാർട്ടി ഒരു വിവാദവുമില്ല, ഒറ്റ വിവാദവുമില്ല, ഒരു വിവാദത്തിൻ്റെ പ്രശ്നമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പാർട്ടി മെമ്പറായിരുന്നു അദ്ദേഹത്തെ പാർട്ടി മെമ്പർഷിപ്പ് നിന്ന് പുറത്താക്കി. ഇപ്പോഴൊന്നുമല്ല, കുറേ കാലമായി പുറത്താക്കിയിട്ട്. ഇനിയിപ്പോൾ അതിൻ്റെ വക്താവായി നടക്കേണ്ട കാര്യമില്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ. ഞങ്ങൾ പല ആളുകളെയും പൊതുവായ വേദിയിൽ സഹകരിപ്പിക്കാറുണ്ട്. പാർട്ടി മെമ്പർഷിപ്പ് നോക്കിയിട്ടൊന്നുമല്ല.
പാർട്ടി മെമ്പർഷിപ്പൊന്നും ഇല്ലാത്തവരെ തന്നെ ഞങ്ങൾ പല വേദിയിലും സഹകരിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പല സ്ഥാനങ്ങളും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ആ രീതിയിൽ നിലപാട് സ്വീകരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുന്ന എന്തെങ്കിലും പ്രശ്നം വെച്ച് ചിലർ ഞങ്ങളുമായിട്ട് പണങ്ങുന്നുണ്ട്. പണങ്ങുന്നവരെ പരമാവധി പണക്ക് ഒഴിവാക്കാൻ വേണ്ടിയുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. പണങ്ങിയേ പോകുന്നുള്ളൂ, പറഞ്ഞാൽ അവരങ്ങ് പോകും. അതിൽ വേറെ നോക്കിയിട്ടൊന്നും വലിയ കാര്യമില്ല. തൃശൂരിൽ വിജയിക്കാൻ CPM സഹായിച്ചതിന് സുരേഷ് ഗോപി നന്ദി പ്രകടിപ്പിക്കുകയാണെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യേണ്ട എന്ന് സുരേഷ് ഗോപി പറയുന്നത് അതുകൊണ്ടാണ്. CPM BJP ഭായി ഭായിയാണ്. ഇരു കൂട്ടരും കൈകഴുകി ദേവസ്വത്തിന്റെ തലയിൽ വെക്കുന്നു. ആരാണ് ഇതിന് ഉത്തരവാദിയെന്നും ജോസഫ് ടാജറ്റ് ചോദിച്ചു. തൃശൂർ MP സുരേഷ് ഗോപി ഇന്ന് നടത്തിയ പ്രസ്താവനകൾ അദ്ദേഹത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM വിജയിപ്പിച്ചതിനുള്ള നന്ദി സൂചകമായുള്ള പ്രസ്താവനയാണ് എന്നാണ് ആ കാര്യത്തെക്കുറിച്ച് പറയാൻ. അദ്ദേഹത്തിൻ്റെ വിജയത്തിനെ അദ്ദേഹം പിണറായി വിജയനെ മുഖ്യമന്ത്രിക്ക് പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കുകയാണ്. പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് വിശ്വാസികൾക്കും തൃശ്ശൂർ ജനതയ്ക്കും എന്താണ് സംഭവിച്ചതെന്ന് അറിയാം. കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പോലീസിന് യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ദേവസ്വങ്ങളാണ് ഉത്തരവാദിത്തം എന്നുള്ള രീതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് പറയും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടകര സീറ്റ് വിഷയത്തിൽ പ്രതികരിച്ച് MLA KK രമ വടകരയിൽ ആര് മത്സരിക്കുമെന്നതിൽ തീരുമാനമായിട്ടില്ലെന്നും സീറ്റ് ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും KK രമ കോഴിക്കോട് പറഞ്ഞു. ചില സംഗതികൾ ചർച്ച ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ചർച്ച ചെയ്യല ഞങ്ങൾ നിർദ്ദേശം വെച്ചിട്ടുണ്ട്. അത് അവരാലോചിച്ച് തീരുമാനിക്കും. ഒന്നും തീരുമാനിച്ചില്ല, പാർട്ടി ആലോചിച്ചും മറ്റു കാര്യങ്ങൾ അല്ല, ഒന്നും അങ്ങനെയല്ല, അതൊന്നല്ല, മറിച്ച് പേര് ഇഷ്ടം പോലെയുണ്ട്. എന്നാലും അത് പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും. കോട്ടയത്ത് KSU നടത്തിയ PSC ഓഫീസ് മാർച്ചിനിടെ സംഘർഷം. പോലീസ് നിയന്ത്രണങ്ങൾ മറികടക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമം പോലീസ് തടഞ്ഞതാണ് സംഘർഷത്തിന് കാരണമായത്. പോലീസ് ബാരിക്കേഡുകൾ മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഇതിനു പിന്നാലെ സമരക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി. കോട്ടയത്ത് മുഖ്യമന്ത്രിയെ കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. പോലീസ് പരേഡ് ഗ്രൗണ്ടിന് സമീപമാണ് പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധം പ്രകടിപ്പിച്ചത്. വനിതകൾ അടക്കമുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു മുഖ്യമന്ത്രി. മഹാശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി ആയിരങ്ങൾ ആലുവ മണപ്പുറത്ത് ബലിതർപ്പണം നടത്തി. ഇന്നലെ അർദ്ധരാത്രി ശിവരാത്രി വിളക്കോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. അമാവാസി ദിനമായ നാളെയും ആലുവയിൽ ബലിതർപ്പണം ഉണ്ടാകും. ശിവമന്ത്രങ്ങൾ ജപിച്ച് ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കമിളച്ച ഭക്തർ അർദ്ധരാത്രി മുതൽ ബലിതർപ്പണം നടത്തി. 10,000-ങ്ങളാണ് മഹാശിവരാത്രി ദിനത്തിൽ മാത്രം ആലുവ മണപ്പുറത്ത് എത്തിയത്. ഇന്നലെ പുലർച്ചെ മുതൽ ബലിതർപ്പണം ആരംഭിച്ചിരുന്നു. 116 ബലിത്തറകളായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആലുവ മണപ്പുറത്ത് ഒരുക്കിയിരുന്നത്. സുരക്ഷയ്ക്കായി പോലീസ്, ഫയർഫോഴ്സ് സംഘങ്ങളും 24 മണിക്കൂറും സജ്ജമായ കൺട്രോൾ റൂമും പ്രവർത്തിച്ചിരുന്നു. അമാവാസി ദിനമായ നാളെയും ആലുവയിൽ ബലിതർപ്പണമുണ്ടാകും. പെരുമ്പാവൂർ ചേലാമറ്റം ക്ഷേത്രം, ആലുവ അദ്വൈതാശ്രമം എന്നിവിടങ്ങളിലും ബലിതർപ്പണം നടന്നു. അമൃത ന്യൂസ്, കൊച്ചി. ശിവരാത്രി ആഘോഷങ്ങളിൽ ഭക്തിസാന്ദ്രമായി കൊല്ലം അമൃതപുരി. പ്രത്യേക പൂജകൾ, ഭജനകൾ, ആത്മീയ പ്രഭാഷണങ്ങൾ തുടങ്ങിയ പരിപാടികളോടെയാണ് അമൃതപുരിയിൽ ശിവരാത്രി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് ഭക്തരാണ് ആഘോഷങ്ങളിൽ പങ്കെടുത്തത്. ആശ്രമ പരിസരം മുഴുവൻ ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തോടെ ആത്മീയ അന്തരീക്ഷം നിറഞ്ഞു നിന്നു. മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് ലളിതാ സഹസ്രനാമ ജപവും മൃത്യുഞ്ജയ ഹോമവും നടന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ഭക്തർക്കൊപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഭക്തരും ചടങ്ങുകളിൽ സജീവമായി പങ്കെടുത്തു. പ്രധാന ഭജന ഹാളിൽ നടന്ന പ്രത്യേക ധ്യാനത്തിനും ഭജനയ്ക്കും വിശ്വശാന്തി പ്രാർത്ഥനകൾക്കും സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി നേതൃത്വം നൽകി. ആത്മനിയന്ത്രണം, ത്യാഗം, ഉണർവ് എന്നീ മൂല്യങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ ഏവർക്കും സാധിക്കട്ടെയെന്നും സർവ്വചരാചരങ്ങളിലുമുള്ള ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്ന മനസ്സോടെ ജീവിക്കാൻ ഈശ്വരകൃപ ഉണ്ടാകട്ടെയെന്നും അമ്മ ആശംസകൾ നേർന്നു.
രാത്രി മുഴുവൻ നീണ്ടുനിന്ന ഭജനകളും പ്രാർത്ഥനകളും. ആത്മീയ ചൈതന്യവും സമാധാന സന്ദേശവും പകർന്ന മഹാശിവരാത്രി ആഘോഷങ്ങൾ അമൃതപുരിയിൽ ലളിതാ സഹസ്രനാമ അർച്ചനയോടെ സമാപിച്ചു. പ്രഥമം ലോകം ത്രിവാരം പ്രദക്ഷിണം കരിഷ്യതി തസ്മൈ ദാസ്യ. അമൃത ന്യൂസ്, കൊല്ലം. യഥാർത്ഥ ഉണർവ് എന്നത് കേവലം ശാരീരികമല്ലെന്നും അത് ആന്തരികമായ ബോധമാണെന്നും സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവി. ഉണർന്നിരിക്കുക എന്ന് വെച്ചാൽ ഉറങ്ങാതെ കണ്ണു തുറന്നിരിക്കുക എന്ന് മാത്രമല്ല, നമ്മുടെ ചിന്തയെക്കുറിച്ചും വാക്കിനെക്കുറിച്ചും പ്രവൃത്തിയെക്കുറിച്ചും നമുക്ക് ബോധമുണ്ടായിരിക്കുക എന്നാണ് അർത്ഥമാക്കുന്നതെന്നും ഈ ബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ അജ്ഞാനം മാറുന്നതെന്നും ശിവരാത്രി സന്ദേശത്തിൽ അമ്മ പറഞ്ഞു. സത്യത്തിലേക്ക് നമ്മൾ ഉയർന്ന് ഏറ്റവും മംഗളകരമായ രാത്രിയാണ് ശിവരാത്രി. എന്നാൽ ആഘോഷിക്കുന്നതിനേക്കാൾ ഉപരിയായി അനുഷ്ഠിക്കാനും അനുഭവിക്കാനുമുള്ളതാണ് ശിവരാത്രി. ലോക ജീവിത യാത്രയിലും ആധ്യാത്മിക യാത്രയിലും നമ്മൾ ഉൾക്കൊള്ളേണ്ട അനേക മൂല്യങ്ങളെക്കുറിച്ച് ശിവരാത്രി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. എല്ലാത്തിലും ഉപരി പരമമായ സത്യത്തിലേക്ക് ശിവനിലേക്ക് ഉയരാനുള്ള ആഹ്വാനമാണ് ശിവരാത്രി. മനുഷ്യ മനസ്സും ഇന്ദ്രിയങ്ങളും സാധാരണയായി ലോകവിഷയങ്ങളിലും ഭൗതിക കാര്യങ്ങളിലാണ് മുഴുകിയിരിക്കുന്നത്. നമ്മുടെ 5 ഇന്ദ്രിയങ്ങളും ബഹിർമുഖമാണ്. മനസ്സാകട്ടെ സദാ ചിന്താകർഷമാണ്. അങ്ങനെയുള്ള മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഒരു ദിവസമെങ്കിലും പൂർണ്ണമായി ഈശ്വരസ്മരണയിലും ഈശ്വര ആരാധനയിലും നിർത്താൻ കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. ഈശ്വരൻ എന്നും എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണർന്നിരിപ്പുണ്ട്. നമ്മൾ നല്ല ഉറക്കത്തിലാണെന്ന് മാത്രം. അതുകൊണ്ട് അവിടുത്തെ സാന്നിധ്യം നമുക്കറിയാൻ കഴിയുന്നില്ല. ഈ ഉറക്കത്തെ കാണുന്ന സ്വപ്നം പോലെയാണ് നമ്മുടെ മിക്ക ജീവിതാനുഭവങ്ങളും. അതിനൊരു അവസാനം ഉണ്ടാകണമെങ്കിൽ ആദ്യം ഈശ്വരന് വേണ്ടി ഒരു ദിവസമെങ്കിലും ഒരു ത്യാഗം പോലെ നമുക്ക് ഉണർന്നിരിക്കാൻ ശ്രമിക്കണം. ഉണർന്നിരിക്കുക എന്ന് വെച്ചാൽ ഉറങ്ങാതെ കണ്ണു തുറന്ന് ഇരിക്കുക മാത്രമല്ല, നമ്മുടെ ചിന്തയെക്കുറിച്ചും വാക്കിനെക്കുറിച്ചും പ്രവൃത്തിയെക്കുറിച്ചും നമുക്ക് ബോധമുണ്ടായിരിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. ഈ ബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ അജ്ഞാനം മാറുന്നത്. ഇരുട്ടെന്നത് എടുത്തു മാറ്റാൻ പറ്റുന്നൊരു വസ്തുവല്ല. പ്രകാശം കൊണ്ടുവന്ന ഇരുട്ടില്ലാതാ. അതുപോലെ നമ്മൾ ബോധം ഉണർമ്പോൾ അജ്ഞാനത്തിൻ്റെ ഇരുട്ട് മാറുന്നു. ശിവരാത്രി നൽകുന്ന ആത്മനിയന്ത്രണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഉണർവിൻ്റെയും സന്ദേശം ഉൾക്കൊള്ളാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. അഷ്ടമൂർത്തികളിലൂടെ ഈ പ്രപഞ്ചം മുഴുവൻ നടന്നിരിക്കുന്ന ഭഗവാനെ സർവ്വചരാചരങ്ങളിലും ദർശിച്ച് സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ഉണർവിലേക്ക് വരാൻ കൃപ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തൊണ്ടി മുതൽ തിരിമറി കേസിൽ ശിക്ഷ റദ്ദാക്കാനുള്ള ആന്റണി രാജുവിന്റെ ഹർജി പരിഗണിക്കുന്നത് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി നാളത്തേക്ക് മാറ്റി. മജിസ്ട്രേറ്റ് കോടതിയുടെ ശിക്ഷ നിയമപരമായി നിലനിൽക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആന്റണി രാജു സെഷൻസ് കോടതിയെ സമീപിച്ചത്. ആന്റണി രാജുവിന്റെ നിയമസഭാംഗത്വത്തിലും നാളെ കോടതി വിധി നിർണായകമാണ്. തൊണ്ടി മുതലിൽ കൃത്രിമം നടത്തിയെന്ന് ആന്റണി രാജുവിനെ 3 വർഷത്തേക്കാണ് കോടതി ശിക്ഷിച്ചത്. ഇതോടെ MLA സ്ഥാനത്തു നിന്നും ആന്റണി രാജു അയോഗ്യനായി. പിന്നീട് ശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ചു. കോടതി വിധി റദ്ദാക്കിയാൽ ആന്റണി രാജുവിന് MLA ആയി തിരികെ എത്താനാകും. കേസിൽ 2ാം പ്രതിയാണ് ആന്റണി രാജു. ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, കള്ളത്തെളിവ് ഉണ്ടാക്കൽ, വ്യാജരേഖ ചമയ്ക്കൽ, സർക്കാർ ഉദ്യോഗസ്ഥന്റെ വിശ്വാസവഞ്ചന എന്നീ വകുപ്പുകളാണ് ആന്റണി രാജുവിനെതിരെ തെളിഞ്ഞത്. ഇപ്പോൾ മസ്തിഷ്ക മരണം സംഭവിച്ച ആളിൻ്റെ വീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിക്കുകയാണ്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി അവിടേക്ക് എത്തും. തത്സമയം മരണം സംഭവിച്ച ആലിൻ ഷെറിൻ എബ്രഹാമിൻ്റെ മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളിയിലെ വീട്ടിൽ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിരിക്കുകയാണ്.
തത്സമയമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ആലിൻ്റെ സംസ്കാരം മല്ലപ്പള്ളി നടന്നത്. ആരോഗ്യമന്ത്രിയും സുരേഷ് ഗോപി അടക്കമുള്ളവർ ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ ആലിൻ ഷെറിൻ എബ്രഹാമിൻ്റെ മല്ലപ്പള്ളിയിലെ വീട്ടിൽ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ മുഖ്യമന്ത്രി എത്തിയിരിക്കുകയാണ്. തത്സമയമാണ് പ്രേക്ഷകർ കാണുന്നത്. അപകടത്തിൽ ജീവൻ നഷ്ടമായ 10 മാസം മാത്രം പ്രായമുണ്ടായിരുന്ന കുഞ്ഞ് 4 പേർക്കാണ് പുതുജീവൻ ഏകി ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്നതാണ്. പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളുടെ മകളായിരുന്നു ആലിൻ ഷെറിൻ എബ്രഹാം. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവ ദാതാവാണ് ആലിൻ ഷെറിൻ എബ്രഹാം. അപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് ആലിന് മസ്തിഷ്ക മരണം സംഭവിക്കുന്നത്. പിന്നീട് അവയവദാനത്തിന് മാതാപിതാക്കൾ തയ്യാറാകുകയായിരുന്നു. ഇന്നലെയാണ് ആലിൻ ഷെറിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഇന്നിപ്പോൾ ആലിൻ ഷെറിൻ്റെ വീട്ടിലെത്തി മുഖ്യമന്ത്രി ബന്ധുക്കളെ സന്ദർശിക്കുകയാണ്. നാല് കുരുന്നുകൾക്കാണ് ആലിൻ ഷെറിൻ പുതുജീവൻ ഏകിയത്. മുഖ്യമന്ത്രി ഇപ്പോൾ ആലിൻ ഷെറിൻ്റെ വീട് സന്ദർശിക്കുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കമുള്ളവർ മുഖ്യമന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ മുഖ്യമന്ത്രി ഇപ്പോൾ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയാണ്. നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് CSI പള്ളി സെമിത്തേരിയിലായിരുന്നു കുഞ്ഞിൻ്റെ മൃതദേഹം ഇന്നലെ സംസ്കരിച്ചത്. സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ്, സുരേഷ് ഗോപി അടക്കമുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ ഇന്നലെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി കുടുംബാംഗങ്ങളെ സന്ദർശിച്ചിരിക്കുകയാണ്. കുടുംബാംഗങ്ങളോട് അദ്ദേഹം വിവരങ്ങൾ ചോദിച്ചറിയുകയാണ്. ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ മുഖ്യമന്ത്രിയെ അനുഗമിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്നലെ വീട്ടിലും പള്ളിയിലുമായി ആയിരക്കണക്കിന് ആളുകളായിരുന്നു അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിരുന്നത്. മന്ത്രിമാരായ സജി ചെറിയാൻ, ഒപ്പം VN വാസവൻ തുടങ്ങിയവരും ഇന്നലെ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉണ്ടായിരുന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി ആളുകളായിരുന്നു ഇന്നലെ ആലിൻ ഷെറിനെ കാണുവാനായി ഒഴുകിയെത്തിയത് എന്നുള്ളതാണ്. 4 കുരുന്നുകൾക്ക് പുതുജീവനേകിയാണ് ആലിൻ ഷെറിൻ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണി വരെയായിരുന്നു വീട്ടിൽ പൊതുദർശനം ഉണ്ടായിരുന്നത്. വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ആലിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം.
ഫെബ്രുവരി 5-നാണ് കോട്ടയം പള്ളത്ത് വെച്ചുണ്ടായ അപകടത്തിൽ മല്ലപ്പള്ളി സ്വദേശികളായ അരുൺ എബ്രഹാമിൻ്റെയും ഷെറിൻ്റെയും 10 മാസം പ്രായമുള്ള കുഞ്ഞിന് ഗുരുതര പരിക്ക് ഏൽക്കുന്നത്. ഈ ചികിത്സയിലിരിക്കെ തന്നെയാണ് പിന്നീട് കുഞ്ഞിന് മസ്തിഷ്ക മരണം സംഭവിക്കുന്നതും. പിന്നീടാണ് അവയവദാനമെന്ന വലിയ ഒരു തീരുമാനത്തിലേക്ക്, മഹത്തായ ഒരു തീരുമാനത്തിലേക്ക് ഷെറിൻ്റെ മാതാപിതാക്കൾ എത്തുന്നത്. അങ്ങനെ 4 പേർക്കാണ് കുഞ്ഞ് ആലിൻ ഷെറിൻ പുതുജീവൻ ഏകിയത്. കുട്ടിയുടെ വൃക്കകൾ, ഹൃദയം, കരൾ, നേത്രപടലങ്ങൾ എന്നിവ ദാനം ചെയ്യുകയായിരുന്നു. അവയവദാനത്തിൽ പുതു ചരിത്രമെഴുതി 4 കുരുന്നുകൾക്ക് പുതുജീവനേകിയാണ് ആലിൻ ഷെറിൻ എന്ന കുഞ്ഞു മാലാഖ വിട വാങ്ങിയത്. ഇപ്പോൾ ആലിൻ ഷെറിൻ്റെ വീട്ടിൽ മുഖ്യമന്ത്രി സന്ദർശനം നടത്തുകയാണ്. ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ മുഖ്യമന്ത്രിയോടൊപ്പമുണ്ട്. മുഖ്യമന്ത്രി കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയാണ്. തത്സമയമാണ് പ്രേക്ഷകർ കാണുന്നത്. മസ്തിഷ്ക മരണം സംഭവിച്ച ആലിൻ ഷെറിൻ്റെ വീട് മുഖ്യമന്ത്രി സന്ദർശിക്കുകയാണ്. അവയവദാനത്തിൽ പുതുചരിത്രം കുറിച്ചാണ് 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ്റെ മടക്കം എന്നുള്ളതാണ്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച ആലിൻ ഷെറിൻ എബ്രഹാം 4 പേർക്കാണ് പുതുജീവൻ ഏകിയത്. 4 കുരുന്നുകൾക്കാണ് പുതുജീവൻ ഏകിയത്. 3.25 മണിക്കൂർ കൊണ്ടാണ് അവയവങ്ങൾ റോഡ് മാർഗം കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തിച്ചത്. ഹൃദയം നുറുങ്ങുന്ന വേദനയിലും കുടുംബം അവയവദാനത്തിന് തീരുമാനമെടുക്കുകയായിരുന്നു. മല്ലപ്പള്ളി വാലുമണ്ണിൽ അരുണിൻ്റെയും ഷെറിൻ്റെയും ഏക മകളാണ് ആലിൻ ഷെറിൻ എബ്രഹാം. നെയ്യാറ്റിൻകരയിലെ 10 വയസ്സുകാരി ശ്രേയയ്ക്കായിരുന്നു വൃക്കകൾ മാറ്റിവെച്ചത്. 1 വർഷമായി ഡയാലിസിസ് നടത്തി വരികയായിരുന്ന ശ്രേയ, ഒപ്പം നെയ്യാറ്റിൻകര സ്വദേശികളായ ഷാജി, ഹരിത ദമ്പതികളുടെ മകളാണ് ശ്രേയ. ശ്രേയയ്ക്കാണ് വൃക്കകൾ മാറ്റിവെച്ചത്. ആലിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി ഇവരെല്ലാം നേരത്തെ പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ ആലിൻ ഷെറിൻ്റെ വീട് മുഖ്യമന്ത്രി സന്ദർശിക്കും. പത്തു മാസം മാത്രമായിരുന്നു ആലിൻ ഷെറിൻ്റെ പ്രായം. 4 കുരുന്നുകൾക്ക് പുതുജീവനേകിയാണ് ആലിൻ ഷെറിൻ യാത്രയായത്. ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാണ് ആലിൻ എന്നതാണ് പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളുടെ മകളായ ആലിൻ ഷെറിൻ എബ്രഹാം സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാണ് എന്നതാണ്. 4 കുരുന്നുകൾക്ക് പുതുജീവനേകിയാണ് ആലിൻ ഷെറിൻ വിടവാങ്ങിയത്. ഇന്നലെയായിരുന്നു ആലിൻ ഷെറിൻ്റെ സംസ്കാരം. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആരോഗ്യമന്ത്രി അടക്കമുള്ള സംഘം
ആലിൻഷറിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുമായി സന്ദർശനം നടത്തുകയാണ്, കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും കണ്ണൻ ചേരുന്നു. കണ്ണൻ, ആലിൻഷറിന്റെ വീട് മുഖ്യമന്ത്രി സന്ദർശിക്കുന്നു. ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ മുഖ്യമന്ത്രിക്കൊപ്പമുണ്ട്. ആലിൻഷറിന്റെ കുടുംബാംഗങ്ങളുമായി അദ്ദേഹം സംസാരിക്കുകയാണല്ലോ, വിവരങ്ങൾ. അതെ അശ്വതി, അല്പസമയം മുൻപാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ആലിൻഷറിലെ എബ്രഹാമിന്റെ മല്ലപ്പള്ളിയിലെ നെടുങ്ങാട്ടുപള്ളിയിലുള്ള വീട്ടിലേക്ക് എത്തിയത്. ഇപ്പോൾ ആ വീട്ടിലുള്ള കുടുംബാംഗങ്ങളുമായി അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി വീണ ജോർജ് അടക്കമുള്ളവരും അദ്ദേഹത്തോടൊപ്പമുണ്ട്. നേരത്തെ സംസ്ഥാന സർക്കാരിന്റെ അടക്കം ആദരവ് ഈ ആലിൻഷറിന്റെ മൃതദേഹം സംസ്കരിക്കുന്ന സമയത്തൊക്കെ നൽകിയിരുന്നു. അത്തരത്തിൽ ഈ ഒരു മഹത്തരമായ കാര്യം, അതിൽ ഈ വീട്ടുകാരോടുള്ള നന്ദി, അതുപോലെ അഭിനന്ദനമൊക്കെ അത്തരത്തിൽ ഈ വിഷമത്തിൽ പങ്കുചേരുന്നതിനൊപ്പം ഇത്തരത്തിലൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടതിനുള്ള ആ ഒരു കേരളത്തിന്റെ ആദരവ് നേരിട്ട് അറിയിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം എത്തിയിരിക്കുന്നത്. ഇന്നലെ തന്നെ അദ്ദേഹം ഇവിടെ എത്തുമെന്ന് അറിയിപ്പുണ്ടായിരുന്നു. ഇന്ന് ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ വീട്ടിലേക്ക് അദ്ദേഹം എത്തിയത്. അദ്ദേഹം വരുന്നതിന് തൊട്ടു മുൻപ് തന്നെ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളും ഇവിടെ എത്തി ഈ കുടുംബാംഗങ്ങളെ കണ്ട് മടങ്ങിയിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ കുടുംബാംഗങ്ങളുമായി അദ്ദേഹം സംവദിക്കുകയാണ്. ഈ സംബന്ധിച്ച ശേഷം അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങും. അശ്വതി, തീർച്ചയായും കണ്ണൻ, നമ്മൾ ഇന്നലെ കണ്ടതാണ്, ഈ ഒരു നുറുങ്ങുന്ന വേദനയിലാണ് നമ്മളെല്ലാം കണ്ടത്. ഈ സംസ്കാരം നടക്കുമ്പോഴും നിരവധി ആളുകളായിരുന്നു അവിടെ കൊഴുകിയെത്തിയിരുന്നത്. മന്ത്രിമാരുണ്ടായിരുന്നു, വി എൻ വാസവൻ ഉണ്ടായിരുന്നു, ഒപ്പം ആരോഗ്യമന്ത്രി വീണ ജോർജ്, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നു. അതെ അശ്വതി, ഇന്നലെ സംസ്ഥാന സർക്കാരിന്റെ ആദരവ് അടക്കം ഇന്നലെ തന്നെ ഈ മൃതദേഹം സംസ്കരിക്കുന്ന സമയത്ത് പൊതുദർശനത്തിന് വെച്ചപ്പോഴൊക്കെ മന്ത്രിമാരടക്കം ഇവിടെ ഉണ്ടായിരുന്നു. മന്ത്രി വി എൻ വാസവൻ, അതുപോലെ സജി ചെറിയാൻ, റോഷി അഗസ്റ്റിൻ, വീണ ജോർജ് അടക്കമുള്ള മന്ത്രിമാർ ഇവിടെ എത്തിയിരുന്നു. മാത്രമല്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം ഇവിടെ എത്തിയിരുന്നു. എന്തായാലും നമ്മുടെ നാടിന്റെ ഒരു ആദരവ് കുട്ടിക്കും അതുപോലെ കുട്ടിയുടെ മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമെല്ലാം ആദരവ് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഈ മന്ത്രിമാരടക്കം എത്തിയത്. വലിയൊരു ജനസാഗരമായിരുന്നു ഇന്നലെ രാവിലെ മുതൽ വീട്ടിലും അതുപോലെ പള്ളിയിൽ പൊതുദർശനത്തിന് വെച്ചപ്പോഴുമൊക്കെ വലിയൊരു ജനസാഗരം തന്നെയായിരുന്നു ഈ മല്ലപ്പള്ളിയിലെ നാട്ടിലുണ്ടായിരുന്നത്. നാട് വലിയ രീതിയിൽ ആദരവ് നൽകിക്കൊണ്ടാണ് കുഞ്ഞു മാലാഖയ്ക്ക് ഈ ലോകത്ത് നിന്നും വിട നൽകിയത്. അവൾ പോയതിൽ വലിയ രീതിയിലുള്ള വിഷമമുണ്ടെങ്കിലും ഇത്തരത്തിൽ മറ്റ് ഉള്ളവർക്ക് കൂടി ഒരു പ്രതീക്ഷയും അതുപോലെ പുതുജീവിതം നൽകാനും ഒക്കെ തയ്യാറായതിലുള്ള ഒരു നന്ദി കേരളം മുഴുവൻ അറിയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെയും ഇവിടെ നിരവധി ആളുകൾ തടിച്ചുകൂടിയത്. ഇന്നും ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഇവിടെ എത്തുമ്പോഴും നിരവധി ആളുകൾ ഈ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അവരൊക്കെ ഈ വീട്ടിലെത്തി ഈ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷമാണ് മടങ്ങുന്നത്. എന്നിപ്പോൾ പിണറായി വിജയൻ അല്പസമയം മുൻപാണ് ഇവിടേക്ക് എത്തിയത്. അദ്ദേഹം കുടുംബാംഗങ്ങളോട് ഏറെ നേരം സംസാരിച്ചിരുന്നു. അവരുടെ ആദരവ് അടക്കം നൽകിയാണ് ഇപ്പോൾ മടങ്ങുന്നത്. അശ്വതി, ശരി കണ്ണൻ. ആലിൻഷറിൻ എബ്രഹാമിന്റെ മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളിയിലെ വീട്ടിൽ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ.